Manera's boxിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റവ കൊണ്ടുള്ള ഒരു അപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിനു മുമ്പിൽ റവ കൊണ്ടുള്ള ദോശ ഉണ്ടാക്കിയായിരുന്നു. അത് കുറേ പേര് ഉണ്ടാക്കി നോക്കി എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നായിരുന്നു. എസ്പെഷ്യലി ജെസ്സി മാം എനിക്ക് അതിൻ്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നായിരുന്നു. ജെസ്സി അഗസ്റ്റിൻ, അവർക്ക് താങ്ക് യു. അത് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. റവ ദോശ വളരെ എളുപ്പവുമാണ്, നല്ല സ്വാദുമാണ്. ഇന്ന് നമുക്ക് റവ അപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. റവ അപ്പം ഞാൻ കുറച്ച് റവയും അതിൻ്റെ കൂടെ ഗോതമ്പ് പൊടിയുമാണ് എടുത്ത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 1 കപ്പ് റവ എടുക്കണുണ്ട്. നിങ്ങൾ ഏത് കപ്പ്, ഇതുപോലെ മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗ്ലാസ് ആയിരുന്നാലും മതിയാകും. ഞാൻ ഇപ്പോൾ ഇത് 250 ml കപ്പിലാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഇതിലൊന്ന് പൊടിച്ചിട്ട് വരാം. ഇത് പൊടിക്കാതെയും അവസാനം പൊടിച്ചാലും മതി, എന്നാലും ഞാൻ ഒന്ന് പൊടിച്ചിട്ടാണ് അടുത്ത് ആഡ് ചെയ്യാൻ പോണത് മാവുകളൊക്കെ. ഇപ്പോൾ അത് നല്ല പൗഡറായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 വലിയ സ്പൂൺ തേങ്ങയും, ഇതുപോലെ വലിയ സ്പൂണാണ്. ഇത് ടേബിൾ സ്പൂൺ ിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ളതായിരിക്കും. ടേബിൾ സ്പൂൺ ആയാലും മതിയാകും. 3 വലിയ സ്പൂൺ തേങ്ങയും 3 വലിയ സ്പൂൺ ഗോതമ്പ് പൊടിയും ഇടാൻ പോവാണ്. തേങ്ങ ആഡ് ചെയ്യാം ആദ്യം. ഇതെങ്കിൽ എളുപ്പത്തിൽ തന്നെ ആകും. ഇനി നമുക്ക് 3 വലിയ സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ഒരു 1 to 1/4 ടേബിൾ സ്പൂൺ പോലെ ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കാൻ പോണത്. ഈസ്റ്റ് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നിങ്ങൾ ഡ്രൈ ഈസ്റ്റായാലും കുഴപ്പമില്ല, ഏത് ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ നമുക്കിത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് അരയ്ക്കണമുണ്ട്. ഏത് ഈസ്റ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾ റവ എടുക്കുമ്പോഴും വറുത്ത റവയായാലും വറുക്കാത്ത, എന്ത് കയ്യിൽ ഏത് റവ ഉണ്ടോ, വറുത്തതായാലും വറുക്കാത്തതായാലും എന്ത് എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കട്ടെന്ന്. നിങ്ങൾ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ എടുത്താലും കുഴപ്പമില്ല. ഇപ്പം 2 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതായത് 500 ml ഉണ്ട്. നിങ്ങൾ ഏത് കപ്പിലാണ് മാവ് എടുക്കണോ ആ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്താൽ മതി. നല്ല ചൂടല്ല, നമ്മുടെ കൈ വയ്ക്കാൻ പറ്റുന്ന ചൂടാണ്, ചെറു ചൂടുവെള്ളം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് ഇത്രയും 2 കപ്പ് വെള്ളം ഇതിന് ആവശ്യമുണ്ട്. ബാലൻസ് വെള്ളം അത് ആഡ് ചെയ്ത് നമുക്ക് മാവ് മിക്സ് ചെയ്യാം. ഇപ്പം ജാറിൽ ഒഴിച്ച് ഒന്ന് അരച്ചിട്ട് വരാം. എല്ലാം ചേർത്ത് ഒഴിക്കേണ്ട, ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാകും. വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ട് വരാം മിക്സിയിൽ, അല്ലെങ്കിൽ താഴെ കട്ടി പിടിക്കും. ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച്. ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇപ്പം നല്ലപോലെ അരച്ച് ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പാത്രത്തിലായിട്ട്. ഞാൻ കംപ്ലീറ്റ് 2 കപ്സും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 500 ml ഉണ്ടായിരുന്നു. ഫുള്ളും ഞാൻ ഒഴിച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് അരച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ജാർ വാഷ് ചെയ്ത് ബാലൻസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് തിക്നെസ്, കറക്റ്റായിരിക്കും. 2 കപ്പ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉടനെ ഉണ്ടാക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു 1 hour അത് വച്ചിട്ട്, അതായത് ഞാൻ ഇപ്പോൾ കറി ഉണ്ടാക്കാൻ പോകണം, അത്ര സമയം അത് സെറ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. ഒരു 1 hour ഞാൻ സെറ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഉടനെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 20 minutes എങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളത് ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിനുശേഷം ഉണ്ടാക്കണതാണ് നന്നായിരിക്കും. ഇപ്പം ഞാൻ 1 hour ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്, എനിക്ക് സമയമുള്ളതുകൊണ്ട്. ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ കാണിക്കാം, സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് കാണിക്കാം. എനിക്ക് 1 hour ആയിട്ടുള്ളൂ. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് നല്ല പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ടോ, നമുക്കൊന്ന് അടുപ്പിച്ച് കാണിക്കാം. മാവൊക്കെ നമുക്ക് പുളിക്കാൻ വയ്ക്കുന്നത് പോലെ 1 day കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുന്നത് പോലെയാണ്. നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം. ഇതിലേക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ ക്യാമറയിൽ കാണണം, കണ്ടോ, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് ഇവിടെ നല്ല ചൂടായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും എളുപ്പത്തിൽ പൊങ്ങിയിട്ടുള്ളത്. നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ വെച്ചാലും കുഴപ്പമില്ല, സമയം ഉണ്ടെങ്കിൽ കുറേ സമയം കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും പൊങ്ങി വരുന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ 1 ടീസ്പൂൺ തന്നെ ഈസ്റ്റ് ഇടണമെന്നില്ല. ഒരു 1/4 അല്ലെങ്കിൽ ഹാഫ് ടീസ്പൂൺ ഇട്ടാലും മതിയാകും. ഇപ്പം നല്ല പൊന്തി വന്നിട്ട് ഞാൻ ഇനിയും കുക്ക് ചെയ്ത് കാണിക്കാം. ഒഴിക്കാം, ചുമ്മാ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇത് കുറച്ച് മുകളിൽ ബബിൾസ് വന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം ബബിൾസ് വന്നിട്ടുണ്ട്, നമുക്ക് അടച്ചു വെക്കാം. കുക്കായിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കുക്കായിട്ടുണ്ട്, നമുക്കിനി എടുത്ത് മാറ്റാം. ഒരെണ്ണം കൂടെ ഒഴിച്ച് കാണിക്കാം. മുകളിൽ ബബിൾസ് വന്നിട്ട് ക്ലോസ് ചെയ്യാം. ബബിൾസ് വന്നിട്ടുണ്ട്, നമുക്കിനി ക്ലോസ് ചെയ്യാം. നമുക്ക് അതുപോലെ അപ്പച്ചട്ടിയിലും വെച്ച് ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. അപ്പത്തിൻ്റെ ഷേപ്പിൽ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെക്കാം. ഇത് അപ്പച്ചട്ടീൻ്റെ തുറന്ന് നോക്കാം. ഇതായിട്ടുണ്ട്.
കാണുന്നുണ്ട് നിങ്ങൾ സൈഡിൽ ഇതാ വിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയും എടുത്ത് മാറ്റാം. കാണുന്നുണ്ട് സാധാരണ അപ്പത്തിൻ്റെ ആ സെയിം ഇതേ ഉള്ളൂ, നല്ല സോഫ്റ്റും സെൻറ്ററിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റിയായി ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റവ അപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, ഇത് അപ്പത്തിൻ്റെ ഷേപ്പിലും ഉണ്ടാക്കാം, നല്ല സോഫ്റ്റും ആണ്, കണ്ടോ. അതുപോലെ ഈ ഷേപ്പിലും ഉണ്ടാക്കാം, എല്ലാം രണ്ടും നല്ല സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ഇത് ഏത് കറിയുടെ കൂടെയും സ്യൂട്ടാകും. അതായത് നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ, ചട്നികളെല്ലാം കുറേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇത് ഈ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കണം, അതായത് നല്ല തിക്കായിരിക്കരുത്. ഞാൻ 2 കപ്പ് വെള്ളം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ എടുക്കണ മാവ് നമുക്കൊരു അളവില്ല, അല്പം കൂടുതലോ കുറവായിരുന്ന വെള്ളത്തിൻ്റെ അളവ് നോക്കണം. നിങ്ങൾ അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിലാണ് മാവ് എടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈസ്റ്റ് ഇടുന്നത്, ഈസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈനോ സാൾട്ട് യൂസ് ചെയ്യാം. ഈനോ വയറിനൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് മിക്ക വീടുകളിലും വാങ്ങിച്ച് വെച്ചിരിക്കുന്നുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് കുറച്ചിട്ടാലും മതിയാകും. നിങ്ങൾ മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും സെറ്റ് ചെയ്യാൻ വയ്ക്കണം. കൂടുതൽ എത്ര വേണമെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കൂടുതൽ ടൈം വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണിൻ്റെ ആവശ്യമില്ല, ഈസ്റ്റ് കുറച്ചിട്ടാൽ മതിയാകും. ഇപ്പം നല്ല സോഫ്റ്റായ അപ്പമാണ്, കാണുന്നുണ്ട്, കണ്ടോ, നല്ല സോഫ്റ്റാണ്, എല്ലാം പഞ്ഞി പോലത്തെ നല്ല അപ്പമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.